ഹലോ, ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കഥയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ. അപ്പം ഇന്ന് എല്ലാവരും കഥ കേൾക്കാം. കഥ കേട്ട് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി കഥയിലേക്ക് പോയാലോ. അങ്ങനെ ബോസ് ഏകദേശം ഒരു 10 മണിയായപ്പോൾ ഇറങ്ങാനായി. അപ്പോൾ തന്നെ എന്നെ വിളിച്ചിട്ട് ബോസ് പറഞ്ഞു, ടീന, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നല്ല VIP ഗസ്റ്റാണ് അകത്തുള്ളത്. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അവരെ അങ്ങനെ ഡിലേ ചെയ്യിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രമിക്കണ്ട. പിന്നെ നമുക്ക് കസ്റ്റമറെ കിട്ടില്ല, ആ ഒരു കാര്യം നീ മറക്കണ്ട എന്ന് ബോസ് ഇറങ്ങുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു. അത് കേട്ട സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചു, ചേട്ടാ, ഇങ്ങനെയുള്ള സമയത്തെങ്കിലും മെയിലായിട്ടുള്ള സ്റ്റാഫിന് എന്തെങ്കിലും അപ്പോയിന്റ് ചെയ്തൂടെ? എന്തിനാ അവർക്കൊക്കെ ഈ ഒരു സമയത്ത് ലീവ് കൊടുത്തേക്കുന്നത്? ഇങ്ങനെയൊക്കെ ഭ്രാന്താണോ എന്നൊക്കെ ഞാൻ ചുമ്മാ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ആ മനുഷ്യൻ ഇറങ്ങി. ബോസിനോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കൊരുപാട് കൂറുണ്ട്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ബോസ് സാധിച്ചു തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ബോസ് ഒരു കാര്യം എന്നോട് പറഞ്ഞേൽപ്പിച്ചാൽ എനിക്കൊരിക്കലും നോ പറയാൻ അതിനെനിക്ക് കഴിയില്ല. കാരണം എനിക്ക് ഒരുപാട് കടപ്പാട് ബോസിനോടുണ്ട്. അങ്ങനെ എല്ലാം പറഞ്ഞ് ബോസ് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ബാക്കിയുള്ള 2 സ്റ്റാഫാണെങ്കിലും നേരത്തെ ലേഡി സ്റ്റാഫ് അവർ പോവുകയും ചെയ്തു. ഇനി ഞാൻ റിസപ്ഷൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. ആകെ ഒരു ചെറിയ ഹോട്ടൽ റൂം ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ഗസ്റ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരാളുടെ കാര്യം ഞാൻ നോക്കേണ്ടത് എൻ്റെ ചുമതല തന്നെയാണ് എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. ആരും വിളിയൊന്നും വന്നില്ല. ആ പുള്ളിക്ക് ഏകദേശം 10 മണിയാകുമ്പോൾ വെള്ളം കൊണ്ടുവെക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴാണത് കൊണ്ടുവെക്കേണ്ടത് എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് ആ ഒരാള് ഞാൻ റിസപ്ഷനിലിരിക്കുന്ന സമയത്ത് തന്നെ റൂമിൻ്റെ ചാവിയുണ്ട് എൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് ആ ഒരു സമയത്ത് തന്നെ വെള്ളം കൊണ്ടുവെക്കാൻ ഒരവസരമായിരുന്നു. പിന്നെ ആളുള്ള സമയത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ആ ഒരു ഐഡിയ നോക്കി ആ സമയത്ത് തന്നെ അയാൾ പോയ തക്കത്തിന് വെള്ളം റൂമിൽ കൊണ്ടുപോയി വെച്ചു. ശേഷം തിരിച്ചു വന്ന് റിസപ്ഷനിൽ ആശ്വാസത്തോടെ ഇരുന്നു. ആ സമയത്ത് അയാൾ ഭക്ഷണം കഴിച്ച് അവിടേക്ക് വന്നു. എന്നോട് ചാവി ചോദിച്ചു. ഞാൻ ചാവി ചോദിച്ച സമയത്ത് ഞാൻ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, സർ, ഞാനവിടെ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഇനി ഒന്നും വേണ്ടാലോ അല്ലേ എന്ന് പറയുമ്പോൾ അയാൾ എന്നെ തീഷ്ണമായിട്ട് നോക്കിയിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാന്നല്ലേ പറഞ്ഞത്? വെള്ളം ഇപ്പം എന്തിനെ കൊണ്ടുവച്ചേ? ഞാൻ ഉള്ളപ്പം കൊണ്ടുവന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് ആ സമയത്ത് ദേഷ്യം വന്നു. എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഗസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കണോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാലും സാറിനും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ഞാൻ പറയുമ്പോൾ ആള് പറഞ്ഞു, ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു ഗൗരവത്തോടെയും ജാടയോടെയും അയാൾ മുകളിലേക്ക് കയറിപ്പോയി. ചേട്ടാ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി ബോസിനോടങ്ങനെ എന്നെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയുമോ എന്നൊക്കെ ഒരു വേവലാതി എനിക്കുണ്ടായിരുന്നു. പെട്ടെന്ന് അയാളോട് എനിക്ക് പറയണമെന്നുണ്ട് ബോസിനോട് എന്നെക്കുറിച്ചൊന്നും പറയില്ലേ എന്ന്. എന്നാലും അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും അയാൾ പോയല്ലോ, ഇനി എനിക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഇച്ചിരി നേരം കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് ഇരുന്നെങ്കിലും ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ റിസപ്ഷനിൽ തന്നെ ഇരുന്നു. ഇനി വല്ല ഗസ്റ്റും വന്നാൽ അതിന് എൻ്റെ പൊല്ലാപ്പാടായിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്നിട്ടും ഞാൻ ആ റിസപ്ഷനിൽ തന്നെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞു. എന്നിട്ടും വെളിയൊന്നും വന്നില്ല. ഞാൻ പതുക്കെ കണ്ണുകളൊന്ന് അടച്ചു. ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങിയാലോ എന്ന് മനസ്സിൽ വിചാരിച്ചു. പെട്ടെന്ന് റിസപ്ഷനിലേക്ക് ഒരു കോള്. എടുത്തു നോക്കിയപ്പോഴും 7-ാം നമ്പർ റൂമിൽ നിന്നും അയാൾ തന്നെയായിരുന്നു. ആ ഗസ്റ്റ്, ആ VIP ഗസ്റ്റ് തന്നെയായിരുന്നു എന്നെ വിളിക്കുന്നത്. എടോ, ഒന്നിങ്ങോട്ട് വന്നേ, ഒരു അർജൻറ്റ് കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു, എന്താണ് സാർ, എന്ത് പറ്റി? പെട്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞു, എന്താ, അറിഞ്ഞാലേ താൻ ഇങ്ങോട്ട് വരത്തുള്ളൂ, ഇങ്ങോട്ട് വന്നേ, ഇവിടെ കാര്യങ്ങളുണ്ട് എന്ന് പെട്ടെന്ന് അയാളൊരു ദേഷ്യപ്പെട്ട ഭാഷയോടെ എന്നോട് സംസാരിച്ചു. സമയം അപ്പോൾ 12 മണിയായിട്ടേ ഉള്ളൂ. വേറെ ആരും ആ ഹോട്ടൽ റൂമിലെങ്ങുമില്ല, പരിസരത്തും ഒറ്റ മനുഷ്യന്മാരില്ല. അപ്പം തന്നെ എനിക്ക് ആ റൂമിലേക്ക് പോകണം എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു.
ഞാൻ ഒരു പേടമാടിനെ പോലെ മെല്ലെ മെല്ലെ അവിടേക്ക് ചെന്നു. ആ സമയത്ത് ആളെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് തന്നെ ആളവിടേക്ക് വിളിക്കുന്നു. ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു അറബിക് ഡ്രസ്സായിരുന്നു ആളിട്ടിരുന്നത്. ഇതെന്താ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്? രാത്രിയായ സമയത്ത് എന്തോ ഭ്രാന്തുള്ളതുപോലെ ആ മനുഷ്യൻ കാണിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ഞാൻ അവിടേക്ക് ചെന്ന സമയത്ത് തന്നെ ആൾ എന്നോട് പറഞ്ഞു, ദേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ടെ, എനിക്കിവിടെ നല്ല രീതിയിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ആള് പരിഭ്രാന്തിയായിട്ട് പറഞ്ഞു. ശേഷം എൻ്റെ അടുത്ത് ആ പെട്ടി വൃത്തിയാക്കിയിടാൻ പറഞ്ഞു. ഞാൻ പേടിച്ച് അവിടേക്ക് കയറി ചെന്നു. ശേഷം ആ ബെഡും കാര്യങ്ങളും എല്ലാം ഒന്ന് നൂത്തിട്ട് കൊടുത്തു. ശേഷം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ദേ തലയണയൊക്കെ ചുമ്മാ കിടക്കണം, അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചേ എന്ന് പറയുന്ന സമയത്ത് ഞാൻ അതും ചെയ്തു കൊടുത്തു. ഞാനിനി പൊക്കോട്ടെ സാർ എന്ന് പറയുമ്പോൾ, അങ്ങനെ അങ്ങ് പോയാലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കുക? ദേ ആ പാത്രം നോക്കിയേ, ഇവിടെ വെള്ളമുണ്ടോ, വെള്ളം എടുത്ത് നിറച്ചു വെച്ചൂടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ എന്നാൽ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ കുപ്പിയെടുത്ത് താഴേക്ക് പോയി കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ അയാൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു, പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, അവിടെ അങ്ങ് നിൽക്കരുത്, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, വെള്ളം എനിക്ക് ഇപ്പം തന്നെ വേണം എന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു. പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഒരു പരിഭ്രാന്തിയോടെ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ശേഷം അവിടെ നിന്ന് വെള്ളമെടുത്തു കഴിഞ്ഞ ശേഷം അവിടേക്ക് കൊണ്ടുപോയി നിറച്ചു വെച്ചു. ശേഷം ഞാൻ അയാളുടെ റൂമിലേക്ക് പോയി കഴിഞ്ഞ് ആ സമയത്തും അയാളെന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, അതും വാതിലിനരികിൽ തന്നെ. ഞാൻ വരുന്ന സമയത്ത് തന്നെ ആള് എൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെള്ളവുമായിട്ട് മുറിക്കകത്തേക്ക് കയറിയ സമയത്ത് തന്നെ ബെഡ് വീണ്ടും വൃത്തികേടായിട്ടിരിക്കുന്നു. ദേ അത് നോക്കിയേ, ബെഡ് മൊത്തം വൃത്തികേടായിട്ട് കിടക്കുന്നു. ഞാനിപ്പോൾ ഒന്ന് കയറിയിരുന്നതാ, എനിക്കതൊന്നും ഇഷ്ടമല്ല, ഇതൊന്ന് വൃത്തിയാക്കട്ടെ എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും എന്നെ ബെഡ് നൂത്തിടാൻ വേണ്ടി ശ്രമിപ്പിച്ചു. അങ്ങനെ ആ സമയത്ത് ഞാനത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഈ കൊതുകെല്ലാം വന്ന് കയറുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കഥ കടച്ചിട്ട് എന്നോട് പറഞ്ഞു, ദേ അതെല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് പൊക്കോ, ഇവിടെ കൊതുക് കയറുന്നുണ്ട്, ഇതെല്ലാം അടച്ചു പൂട്ടിയിടണം എന്ന് പറഞ്ഞു. ശേഷം അയാൾ ആ വാതിലടച്ചിട്ട് ആ ഒരു ബെഡിലേക്ക് വന്നിരുന്നു. ഞാൻ പകുതിയും നൂത്തിടുകയായിരുന്നു അത്. സാറൊന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാലേ എനിക്കിവിടെ വൃത്തിയാക്കിയിടാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സമയത്ത് അയാൾ ഒന്ന് എഴുന്നേറ്റ് തന്നു. ഞാൻ അത് വീണ്ടും ഒന്ന് വിരിച്ച് നല്ല രീതിയിൽ ഇട്ടുകൊടുത്തു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾ തൊട്ടിപ്പുറത്ത് വന്നിട്ട് അതിനുശേഷം അവിടെ അലമാരയിൽ അതിന് സൈഡിലായി ടേബിളിൽ വെച്ചിരുന്ന വെള്ളം എടുത്ത് അയാളത് മുഴുവൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കുന്നതെല്ലാം ഒരു ആനന്ദത്തോടെ ഇരുന്ന് കണ്ടു. ശേഷം അയാൾ വീണ്ടും അയാളുടെ കാലെടുത്ത് ബെഡിലേക്ക് വെച്ചു. ശേഷം പറഞ്ഞു, അവിടെയും വൃത്തിയാക്ക് എന്ന് പറഞ്ഞ് എന്നെ ഒരു തരം ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നെനിക്ക് തോന്നി. സാർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വൃത്തികേടാകത്തേയുള്ളൂ എന്ന് ഞാൻ പേടിയോടെ പറഞ്ഞു. എന്ന് പറയുന്ന സമയത്ത് അയാൾ വീണ്ടും ആ കതകിൻ്റെ അടുത്തേക്ക് ചെന്നു. ശേഷം അവിടെ ആ ഒരു കുറ്റി അതങ്ങടച്ചു. ശേഷം ആ ലോക്കങ്ങിട്ടു. എന്നിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നു. നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം വൃത്തിയാക്കി നന്നായിട്ടിട് എന്ന് പറഞ്ഞു. ഞാൻ ഒരു പരിഭ്രാന്തിയോടെ നിന്നു. ഈ ഒരു കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കഥ കേൾക്കുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക.